ഹായ് ഗായ്സ്, മിന്ത്രയിൽ വന്നിട്ടുള്ള കുർത്തി സെറ്റ് കണ്ടാലോ. ടോപ്പ് ഉണ്ട്, ബോട്ടം ഉണ്ട്, ദുപ്പട്ടയുണ്ട്. റെസ്റ്റ് കളറാണ് കേട്ടോ. ഇത് റെസ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രിക്ക് റെഡ് കളർ ഇല്ലേ, സെയിം അതുപോലത്തെ കളറാണ് കേട്ടോ. അതില് ബാന്തിനി പ്രിന്റ് ആണ് പോയിട്ടുള്ളത്. ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ബാന്തിനി പ്രിന്റ് ആണ് കേട്ടോ. ഫാബ്രിക് സിൽക്ക് ബ്ലെൻഡ് ആണ്, ലൈനിങ് ഇല്ല. സിൽക്ക് ബ്ലെൻഡ് അല്ലേ, അപ്പൊ ട്രാൻസ്പെറന്റ് ആവാൻ വഴിയില്ല. 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡില് ഗ്രീൻ കളർ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. യോക്ക് പോർഷനിൽ ഇങ്ങനെ പൈപ്പിംഗ് വന്നിട്ടുണ്ട്. അതിൽ തന്നെ കവേർഡ് ആയിട്ട് ഇങ്ങനെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ബാന്തിനി പ്രിന്റ് ആണ് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ പോയിട്ടുള്ളത്. ബാക്കിലും സെയിം ബാന്തിനി പ്രിന്റ് തന്നെയാണ്. ഫ്രണ്ട് പോർഷനിലെ ടോപ്പിന്റെ എൻഡിൽ മാത്രമാണ് ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്ക് പോയിട്ടുള്ളത്. സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ബോട്ടത്തിലും പോയിട്ടുള്ളത്. വൺ സൈഡ് ഇങ്ങനെ എലാസ്റ്റിക്കും വൺ സൈഡ് ഇങ്ങനെ ബെൽറ്റും ആണ്. അതിൽ ഇങ്ങനെ ഒരു നമുക്കിങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ. വൺ സൈഡ് ഇങ്ങനെ പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ടോപ്പിൽ കണ്ടില്ലേ, അതേ സെയിം പ്രിന്റ് ആണ് പോയിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട്, പക്ഷെ വിട്ട് ഇത്രയാണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കുർത്തി സെറ്റ് കേട്ടോ. സൂപ്പർ കളർ അല്ലേ, നല്ല ഡിസൈനും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തോന്നി. അവരവരുടെ സൈസ് തന്നെ എടുത്താൽ മതി. ഇതിന്റെ പ്രൈസ് 1199 റുപ്പീസ് ആണ്. 1199 രൂപ. കാഷ്വൽ വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കുർത്തി സെറ്റ് ആണ് കേട്ടോ. ഇത് ടോപ്പിന്റെ ലെങ്ത് 46 ഇഞ്ചും ബോട്ടത്തിന്റെ ലെങ്ത് 38 ഇഞ്ചും ആണ് കേട്ടോ. പിന്നെ ഈ ദുപ്പട്ടയുടെ 2.25 ആണ്. അടുത്തത് നോക്കാം. ഇതിലും ടോപ്പ് ഉണ്ട്, ബോട്ടം ഉണ്ട്, ദുപ്പട്ടയുണ്ട്. ലൈറ്റ് ഓറഞ്ച് കളർ ആണ് കേട്ടോ. 3/4 സ്ലീവ് ആണ്. സ്ലീവില് ഇവിടെ ഇങ്ങനെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ പോയിട്ടുണ്ട്. എംബ്രോയിഡറി ആണ് പോയിരിക്കുന്നത്. പ്യുവർ കോട്ടൺ ആണ്. യോക്ക് പോർഷനിൽ ഫുള്ളായിട്ട് എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ എംബ്രോയിഡറി വർക്ക് കാണാനായിട്ട്. ബാക്ക് സൈഡ് ഇങ്ങനെ പ്ലെയിൻ ആണ്. ഈ ടോപ്പിന്റെ എൻ പോർഷനിൽ ഇതേപോലെ തന്നെ ട്രാൻസ്പെറന്റ് ആയിട്ട് വന്നിട്ട് അതിൽ എംബ്രോയിഡറി പോയിട്ടുണ്ട്. നല്ല സൂപ്പർ ഡിസൈൻ അല്ലേ. അത് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്ക് സൈഡ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്ലെയിൻ തന്നെയാണ് കേട്ടോ. ഇതിന്റെ സൈസ് കണ്ടിട്ട് സ്മോളിന്റെ അതുപോലെയാ തോന്നണം. എനിക്കിത് ഇടാൻ പറ്റുമോന്ന് അറിയത്തില്ല, ഞാൻ ട്രൈ ചെയ്യാം. ബോട്ടത്തിന്റെ രണ്ട് സൈഡും ഇങ്ങനെ എലാസ്റ്റിക് ആണ്. ഇത് പാന്റ് ഇതേപോലെ സ്ട്രെയിറ്റ് പാന്റ് ആണ്. പാന്റിന്റെ എൻ പാർട്ടിലും ഇതേപോലെ തന്നെ ആ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട് ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ആ ത്രെഡ് വർക്ക്. ബാക്കില് ജസ്റ്റ് പ്ലെയിൻ ആണ്. ഫ്ലോറൽ പ്രിന്റ് ആണ്. നല്ല ലെങ്ത് ഉണ്ട്. വിഡ്ത്ത് ഇത്രയാണ് ഉള്ളത്. വിഡ്ത്ത് കൂടുതലില്ലാത്ത ദുപ്പട്ടയാണ് എനിക്കിഷ്ടം കേട്ടോ. എനിക്ക് അങ്ങനത്തെ ദുപ്പട്ടയാണ് മാനേജ് ചെയ്യാൻ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇതെനിക്ക് ഒട്ടും എനിക്ക് ഇടാൻ പറ്റുന്നില്ല കേട്ടോ. ഇതിന്റെ ബോട്ടം കറക്റ്റ് സൈസുമാണ്, എന്നാൽ ടോപ്പ് സ്മോൾ സൈസുമാണ്. ഇൻഡോ എറ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് കേട്ടോ. സൈസ് ചാർട്ട് നോക്കിയിട്ട് മാത്രമേ ഈ ഒരു ബ്രാൻഡിന്റെ കുർത്തി സെറ്റ് പർച്ചേസ് ചെയ്യാവൂ. ഈ ടോപ്പിന്റെ ലെങ്ത് 48 ഇഞ്ചാണ്. ബോട്ടത്തിന്റെ ലെങ്ത് 39 ഇഞ്ചും ആണ്. ദുപ്പട്ട 2.25 മീറ്റർ ആണ് കേട്ടോ. പ്രോഡക്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, ടേക്ക് കെയർ.